ഇസ്രായേലിൻ്റെ ദോഹ ആക്രമണത്തോടുകൂടി പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യം മറ്റൊരു ദിശയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ അറബ് കൂട്ടായ്മയുടെ യോഗം നടക്കുന്നതിനിടെ ഇസ്രായേലിൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികൾ. കഴിഞ്ഞ രാത്രി ഇസ്രായേലിലെ ടെലവിവിൽ തീമഴ പെയ്യ്ക്കുകയായിരുന്നു ഹൂതികൾ. ദോഹ ആക്രമണത്തിന് പ്രതികാരമായാണ് ഹൂതികൾ വൻ ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്ത് മാരക സ്ഫോടകശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകളാണ് ഹൂതികൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഹൂതികളുടെ ബോംബുകൾ ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞതായി പിന്നാലെ ഇസ്രായേൽ സേന അവകാശപ്പെടുകയും ചെയ്തു. ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി ഹൂതി വക്താവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ അറബ് രാജ്യങ്ങളിൽ മാരക സ്ഫോടകശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഉള്ളത് ഇറാൻ്റെ പക്കലാണ്. ഇറാനാണ് ഹൂതികൾക്ക് ക്ലസ്റ്റർ ബോംബുകൾ നൽകിയതെന്നാണ് സൂചന. മിസൈലുകളിൽ പോർമുനയായി വയ്ക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒരെണ്ണമായും ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ നൂറുകണക്കിന് ചെറു ബോംബുകളായും പൊട്ടിത്തെറിക്കും. ഇത്തരത്തിൽ ചിതറിത്തെറിക്കുന്ന ബോംബുകൾ ആക്രമണത്തിൻ്റെയും നാശനഷ്ടങ്ങളുടെയും തീവ്രത വർദ്ധിപ്പിക്കും. അതിനിടെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ആക്രമണത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പാലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ വിമത സംഘം ഉപയോഗിച്ചത്. മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ടെലവീവ് ഉൾപ്പെടെയുള്ള മധ്യ ഇസ്രായേലിൽ അപായ സൈറനുകൾ മുഴങ്ങി. അതേസമയം ഇസ്രായേലിനെതിരായ ഓപ്പറേഷനിൽ വിജയിച്ചുവെന്നും ദശലക്ഷക്കണക്കിന് വരുന്ന സൈനിസ്റ്റുകളെ അഭയകേന്ദ്രത്തിലേക്ക് ഓടിക്കാൻ സാധിച്ചെന്നും ഹൂതികൾ അവകാശപ്പെട്ടു. ഗാസയിലെ വംശഹത്യ, പട്ടിണി ആയുധമാക്കിക്കൊണ്ടുള്ള യുദ്ധം, യമനെതിരായ ആക്രമണം, ദോഹ ആക്രമണം എന്നിവയ്ക്കുള്ള പ്രതികാര നടപടിയാണ് നടപ്പാക്കിയതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ഇസ്രായേൽ ഗാസയ്ക്കും പലസ്തീൻ ജനതയ്ക്കുമെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ ഈ ഐക്യദാർഢ്യം തുടരുമെന്നും ഹൂതി വിമത സംഘം അറിയിച്ചു. കഴിഞ്ഞ ദിവസം യമനിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. ഹൂതികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനം ഉൾപ്പെടെയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ഓഗസ്റ്റിൽ യമൻ്റെ തലസ്ഥാനമായ സനായ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഹൂതികൾ നയിക്കുന്ന സർക്കാരിൻ്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ അർഹാവിയും മറ്റു മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു. ഹൂതി സർക്കാരിലെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അതിഫി, സേനാധിപതിയായ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൽ കരീം ഉൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ഹൂതികൾക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തി. ഹൂതികളുമായി ബന്ധമുള്ള 32 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 4 കപ്പലുകൾക്കുമെതിരെയാണ് USൻ്റെ ഉപരോധം. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം വീണ്ടും രൂക്ഷമാവുകയാണ്.